നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാമനാമത്തിൽ അലിഞ്ഞ് തേവരുടെ തട്ടകം. ഗ്രാമപ്രദക്ഷിണത്തിന്റെ ഭാഗമായുള്ള ബ്ലാഹയിൽ കുളത്തിലെ ആറാട്ട് നടന്നു. നാട്ടിക രാമൻകുളം ആറാട്ട് ഞായറാഴ്ച വൈകിട്ട്. മാസപ്പടി കേസിൽ വീണ വിജയനെതിരെ പ്രതിചേർത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് വിവിധയിടങ്ങളിൽ പ്രതിഷേധം. മയക്കുമരുന്നിന്റെ വ്യാപനത്തിനെതിരെ ബോധവൽക്കരണ ക്ലാസുമായി മണപ്പുറം സമീക്ഷ കലോത്സവം ഒരുക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. തൃപ്രയാർ തേവരുടെ ഗ്രാമപ്രദക്ഷിണത്തിൽ ശനിയാഴ്ച രാവിലെ ബ്ലാഹയിൽ കുളത്തിൽ ആറാട്ട് നടന്നു. വഴിയിലുടനീളം ഭക്തർ തോരണങ്ങൾ ചാർത്തിയും നിറപറയും നിലവിളക്കും വെച്ചും തേവരെ വരവേറ്റു. ആറാട്ടിന് ശേഷം ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളി ക്ഷേത്ര ചടങ്ങുകൾ പൂർത്തിയാക്കി വൈകിട്ട് നിയമവെടിക്ക് ശേഷം കുറുക്കൻകുളത്തിലെ ആറാട്ടിനായി തേവർ പുറപ്പെട്ടു. ഞായറാഴ്ച രാവിലെ വെന്നിക്കൽ അമ്പലത്തിൽ പറയെടുത്ത് കോതകുളത്തിൽ ആറാട്ട് നടക്കും. തുടർന്ന് കാർഷിക സമൃദ്ധിക്കായി പൈനൂർ പാടത്ത് ചാലുകുത്തൽ ചടങ്ങ് നടക്കും. തിരിച്ചെഴുന്നള്ളി ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം നാട്ടിക രാമൻകുളത്തിലെ ആറാട്ടിനായി പുറപ്പെടും. രാത്രിയിൽ തൃപ്രയാർ സെന്ററിൽ തേവർക്ക് ആഘോഷമായ വരവേൽപ്പുണ്ടാകും. ആറാട്ടുപുഴ ദേവമേളയോടനുബന്ധിച്ച് തൃപ്രയാർ ശ്രീരാമസ്വാമിയുടെ ഗ്രാമപ്രദക്ഷിണത്തിന്റെ ഭാഗമായുള്ള കിഴക്കേ നടക്കൽ പൂരം തിങ്കളാഴ്ച നടക്കും. വൈകിട്ട് നിയമവെടിക്ക് ശേഷം തേവർ സ്വന്തം പള്ളിയോടത്തിൽ പുഴ കടക്കും. കർപ്പൂര ദീപങ്ങളുടെയും ആചാരവെടിയുടെയും പാണ്ഡിവാദ്യത്തിന്റെയും വർണ്ണമഴയുടെയും അകമ്പടിയോടെ എത്തുന്ന തേവർക്ക് മണ്ഡപത്തിലിറക്കി പൂജ നടക്കും. തുടർന്ന് 3 ഗജവീരന്മാർ അണിനിരക്കുന്ന കിഴക്കേ നടക്കൽ പൂരത്തിന് പഞ്ചവാദ്യ തിമില പ്രമാണി ചോറ്റാനിക്കര സുഭാഷ് മാരാരും മദ്ദളത്തിൽ കലാമണ്ഡലം കുട്ടിനാരായണനും നേതൃത്വം നൽകും. കിഴക്കേ നടപ്പൂരത്തിൽ നിരവധി വർഷങ്ങളായി പങ്കെടുത്തുവരുന്ന ഇടയ്ക്ക കലാകാരൻ തിരുവല്ലാമല ജയൻ പൊതുവാളെ ചടങ്ങിൽ വെച്ച് സുവർണമുദ്രയും പ്രശസ്തി പത്രവും നൽകി ആദരിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ആവടങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് യു രഘുരാമൻ പണിക്കർ പുരസ്കാര സമർപ്പണം നടത്തും. പ്രത്യേകം അലങ്കരിച്ച പന്തലിൽ പറകൾ സ്വീകരിച്ചതിനു ശേഷം തേവർ ഊരായ്മ ഇല്ലങ്ങളിലേക്ക് പുറപ്പെടും. പത്രസമ്മേളനത്തിൽ കിഴക്കേനട പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് നടുവത്തേരി, സെക്രട്ടറി സി പ്രേംകുമാർ, ട്രഷറർ യു പി കൃഷ്ണനുണ്ണി, രക്ഷാധികാരി സജ്ജൻ മേനോൻ, ജോയിന്റ് സെക്രട്ടറി മുരളി കല്ലാറ്റ് എന്നിവർ പങ്കെടുത്തു. അതിന് മുമ്പായിട്ട് ഈ കൊല്ലം എല്ലാ വർഷങ്ങളായിട്ട് നമുക്ക് ഇടയ്ക്കയിൽ പഞ്ചവായത്തിൽ പങ്കെടുത്തു വരുന്ന ഇടയ്ക്ക കലാകാരനുണ്ട്, ശ്രീ തിരുവല്ലാമല ജയൻ. ഇപ്പോൾ സാധാരണ ഞങ്ങൾ ഒരു കൊല്ലം 1.5 കൊല്ലം ഇടപെട്ട് ഒരു സുവർണ്ണമുദ്ര കൊടുക്കാറുണ്ട്. ഈ വർഷത്തെ സുവർണ്ണമുദ്രയ്ക്ക്
അദ്ദേഹമാണ് അർഹനായിട്ടുള്ളത്. ആലപ്പാട് ഈഴുവപ്പടി ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും തോറ്റമ്പാട്ട് മഹോത്സവവും ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി വിശ്വേശ്വരാനന്ദ സ്വാമി മുഖ്യ കാർമ്മികത്വവും ക്ഷേത്രം ശാന്തി രാജേഷ് സഹകാർമ്മികത്വവും വഹിച്ചു. പ്രതിഷ്ഠാ മഹോത്സവ ദിവസം രാവിലെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, കലശപൂജ, കലശാഭിഷേകം, ഉച്ചപൂജ, എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ഉച്ചയ്ക്ക് അന്നദാനം, പൊങ്കാല, മഞ്ഞപ്പയറ്റടിയും വൈകിട്ട് ദീപാരാധന, പറ്റ്, കേളി, കൊമ്പ്, കുഴൽ, തായമ്പക, എഴുന്നള്ളിപ്പ്, കളത്തിൽ പറ നിറയ്ക്കൽ, ഗുരുതി എന്നിവയും നടന്നു. ആറാട്ടുപുഴ മഹോത്സവത്തിനോടനുബന്ധിച്ച് നടത്തുന്ന ചൂരക്കോട്ട് ഭഗവതിയുടെ ഗ്രാമപ്രദക്ഷിണത്തിന് പുലാമ്പുഴ കടവ് പടിഞ്ഞാറേക്കര ദേശം കൂട്ടായ്മ സ്വീകരണം നൽകി. തുടർന്ന് ഭക്തരുടെ പറയെടുപ്പും ഉണ്ടായിരുന്നു. കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് CB രാഗിഷ, സെക്രട്ടറി KB ശ്രുതി, ട്രഷറർ KP പ്രസീത, വൈസ് പ്രസിഡന്റ് പുഷ്പാങ്കദൻ കുര്യക്കോട്, രക്ഷാധികാരി KK മാധവൻ, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ VR ഭഗി, അമ്പിളി മുരളി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മാതൃഭൂമി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന 100ാമത്തെ വീടിന്റെ താക്കോൽദാന കർമ്മം മണലൂർ MLA മുരളി പെരുന്നെലിയും സംവിധായകൻ സത്യനന്ദിക്കാടും ചേർന്ന് നിർവഹിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡിലെ പൊന്നാരശ്ശേരി പ്രദീപിനാണ് വീട് കൈമാറിയത്. MK രാജശേഖരൻ അധ്യക്ഷനായി. വിനോദ് P നാരായണൻ, KS ശശിധരൻ, ടോണി അത്താണിക്കൽ, രാകേഷ് കണിയാമ്പറമ്പിൽ, രതീഷ് കൂനത്ത്, പഴങ്ങാപ്പറമ്പ് നന്ദൻ തിരുമേനി, AP ജോർജ് എന്നിവർ സംസാരിച്ചു. UDF മണലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞാണിയിൽ രാപ്പകൽ സമരം നടത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടുള്ള അവഗണനയിലും പ്ലാന്റ് ഫണ്ട് വെട്ടിക്കുറച്ചതിലും പ്രതിഷേധിച്ച് UDF മണലൂർ മണ്ഡലം കമ്മിറ്റി സമരം നടത്തിയത്. മുൻ MLA PA മാധവൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ മുഖത്ത് നോക്കി തങ്ങളെ ഭരണത്തിലെത്തിച്ച
ജനങ്ങളുടെ മുഖത്ത് നോക്കി തങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി, എന്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി കൊടുക്കാമായിരുന്ന ഫണ്ട് ആ വഴി ഞങ്ങൾക്ക് കൊടുത്ത് എത്തിക്കാൻ കഴിഞ്ഞു എന്ന് അവകാശപ്പെടാം. മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരുകയും വിറക് വെട്ടുകയും കണ്ടം പൊട്ടുമാർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ല സഖാക്കൾക്ക് നെഞ്ചത്ത് കൈവച്ച് അവകാശപ്പെടാൻ കഴിയും. UDF മണലൂർ മണ്ഡലം പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ KK ബാബു, VG അശോകൻ, സിജു പാവർട്ടി, CM നൌഷാദ്, KB ജയറാം, KG ബാബുരാജ്, സുശീൽ ഗോപാൽ, സൈമൺ തെക്കത്ത്, KK പ്രകാശൻ, റോബിൻ വടക്കേത്തല, PT ജോൺസൺ, ടോളി വിനീഷ്, ബീന സേവ്യർ, പുഷ്പ വിശ്വംഭരൻ, ടോണി അത്താണിക്കൽ, ജിഷ സുരേന്ദ്രൻ, ജിൻസി തോമസ്, കവിത രാമചന്ദ്രൻ, സെൽജി ഷാജു എന്നിവർ സംസാരിച്ചു. രാവിലെ നടന്ന സമാപന സമ്മേളനം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KS ദീപൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ നാട്ടിക സിവിൽ സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം. പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി. നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് AV യദുകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ അഡ്വക്കേറ്റ് C പ്രമോദ്, അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സൂരജ് KP, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിനോയ് ലാൽ, ഷെറിൻ തേവർ മഠം, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കിരൺ തോമസ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ റാനിഷ് K രാമൻ, സുജിൽ കരിപ്പായി, അഡ്വക്കേറ്റ് റോയ് ആന്റണി, അജു ഐക്കാരത്ത്, അഡ്വക്കേറ്റ് ആന്റണി, സുജിത് തേറമ്പത്ത്, അഖിൽ വളവത്ത്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ KB രാജീവ്, PS സന്തോഷ്, KR ചന്ദ്രൻ, ചന്ദ്രൻ താനിയം, ഷൈജു സായിറാം, പ്രിയൻ പെരുഞ്ചേരി, യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുമേഷ് പാനാട്ടിൽ, പഞ്ചായത്ത് മെമ്പർമാരായ അജ്മൽ ഷെരീഫ്, വൈശാഖ് വേണുഗോപാൽ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ഷൈൻ നാട്ടിക, E രമേശൻ, ആൻഡ്രു തുറയൻ, KB അനൂപ്, വിനോദ് കുമാർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ സഗീർ നാട്ടിക, നൌഷാദ് ഇബ്രാഹിം, ആഷിഖ് ജോസ്, രാകേഷ് പാലപ്പെട്ടി എന്നിവർ സംസാരിച്ചു. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പോലീസിന്റെയോ എക്സൈസ് പോലുള്ള സംവിധാനങ്ങളുടെയോ സഹകരണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഈ ലഹരിക്കെതിരെയും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെയും യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ നിയോജക മണ്ഡലത്തിന്റെയും നേതൃത്വത്തിൽ വലിയൊരു പ്രക്ഷോഭം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു ഇടവേള. അല്ല, ഇക്കൊല്ലം 10ാം ക്ലാസ്സിനല്ലേ? ബോർഡ് എക്സാം ഇങ്ങെടുത്തൂലോ? ടെൻഷൻ ഉണ്ടോ? ടെൻഷനൊന്നും വേണ്ട. ഉന്നത വിജയത്തിന് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയുള്ള പഠനമാണ് വേണ്ടത്. അതിന് നിങ്ങളെ സഹായിക്കാനാണ് വലപ്പാട് ITDCയുടെ CBSE വിദ്യാർത്ഥികൾക്കായിട്ടുള്ള 45 ദിവസത്തെ സമ്മർ വെക്കേഷൻ ക്രാഷ് കോഴ്സ്. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾ മുഴുവനായും ഈ 45 ദിവസം കൊണ്ട് പഠിക്കാം. മറ്റു വിഷയങ്ങൾ ഫസ്റ്റ് ടൈമിലേക്കുള്ളത്. കൂട്ടുകാരൊക്കെ പഠിച്ചു തുടങ്ങുമ്പോഴേക്കും നമുക്കെല്ലാം പഠിച്ചു തീർക്കാന്നേ. പിന്നെ എന്തിനു ടെൻഷൻ? പിന്നെ വെക്കേഷനൊക്കെ അല്ലേ? ഇവിടെ പഠനം മാത്രമല്ല, ദിവസവും ഒരല്പനേരം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കോഴ്സിന് അവസാനം കൂട്ടുകാരുമൊത്ത് ഒരു അടിപൊളി ട്രിപ്പുമുണ്ട്. അപ്പോ വേഗം പോരെ, ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് പൊളിക്കാം. ഉന്നത വിജയം ഡബിൾ ഗ്യാരണ്ടി. 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കായുള്ള വെക്കേഷൻ ക്ലാസുകളുടെ അഡ്മിഷനും ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങൾ +2 എക്സാമിന്റെ കിക്കിലാണോ? എന്നാൽ അതൊന്നുമല്ല മക്കളെ കാര്യം. നീറ്റ്, JEE, KEAM, CUT ഇതൊക്കെ എഴുതി നല്ല വല്ല കോളേജിൽ ചേർന്ന് ലൈഫ് സെറ്റ് ആക്കണോ? ബോർഡ് എക്സാം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നേക്ക്. ക്രാഷ് കോഴ്സിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ള അക്കാഡമി സ്പെഷ്യൽ ക്രാഷ് കോഴ്സിൽ ചേർന്ന് എൻട്രൻസ് വൈബ് 1 മാസം കൊണ്ട് സെറ്റ് ആക്കാം. നിങ്ങളുടെ ലേണിംഗ് സ്മൂത്ത് ആക്കാൻ പോലീസ് സാറുമാരും
ഡെയിലി എക്സാംസും 1-to-1 മെന്ററിംഗും അടങ്ങിയ ഒരു അഡാർ ഇൻഫ്ര ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ ഇപ്പൊ തന്നെ വിളിച്ചേക്കൂ. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. EMI, വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, ചെലവ് ചുരുക്കണം. ഇങ്ങനെ പോയാൽ ട്രൗസർ അടക്കം ഊരി പണയം വെക്കേണ്ട അവസ്ഥ കാണുന്നു. അതിന് നിങ്ങളുടെ ട്രൗസറൊക്കെ ആര് പണയത്തിനെടുക്കാനാ? അതെ, പണയം വെക്കേണ്ടത് ട്രൗസർ അല്ല, നമ്മുടെ അലമാരിയിൽ വെറുതെ ഇരിക്കുന്ന ഗോൾഡാ. ആ കുറച്ച് സ്വർണം പണയം വെച്ചിട്ട് എന്ത് കിട്ടാനാ? അതിന് പണയം വെക്കേണ്ടതേ വേണാട് ഫിനാൻസിലാ. മറ്റെവിടത്തേക്കാൾ കൂടുതൽ തുക അവർ ഗ്രാമിന് നൽകുന്നുണ്ട്. വിശ്വാസത്തോടെ പണയം വെക്കുകയും ചെയ്യാം, ആവശ്യം കഴിഞ്ഞ് തിരിച്ചെടുക്കുകയും ചെയ്യാം. വെറുതെ നിങ്ങളുടെ തലക്ക് ടെൻഷൻ കൊടുക്കും വേണ്ട. വിശ്വസ്തയോടെ കൂടെ കൂട്ടാവുന്ന ഉത്തമ സഹായി വേണാട് ഫിനാൻസ് ഗ്രൂപ്പ്. ഫോൺ 9061548777. വീണ്ടും വാർത്തകളിലേക്ക്. മാസപ്പടി കേസിൽ SFIO വീണ വിജയനെ പ്രതിചേർത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് BJP മണലൂർ മണ്ഡലം കമ്മിറ്റി വാടാനപ്പള്ളി സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി. BJP മണലൂർ മണ്ഡലം പ്രസിഡന്റ് KS ധനീഷ് മുഖ്യപ്രഭാഷണം നടത്തി. BJP മണലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈജു ഇയാനി, മണ്ഡലം ഭാരവാഹികളായ പ്രേമൻ നമ്പിയത്ത്, ശാലിനി ജിനേഷ്, ദിവിൻ ദാസ് P, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് പണിക്കശ്ശേരി, KB ശ്രീജിത്ത്, മഞ്ജു പ്രേംലാൽ, BJP പഞ്ചായത്ത് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. പ്രകടനത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ചു. വിഷു കൈനീട്ടമായി ക്ഷേമ പെൻഷൻ ഒരു ഗഡു കൂടി അനുവദിച്ചു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസത്തെ പെൻഷനാണ് വിഷുവിന് മുമ്പ് വിതരണം ചെയ്യുന്നത്. ഇതിനായി 820 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. മാസപ്പടി കേസിൽ മകൾ വീണ വിജയനെ പ്രതിചേർത്ത സാഹചര്യത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി MM ഇക്ബാൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PS സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ CR അറുമുഖൻ, CV വികാസ്, INTUC നിയോജക മണ്ഡലം പ്രസിഡന്റ് സുമേഷ് പാനാട്ടിൽ, മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോസ് താടിക്കാരൻ, പഞ്ചായത്ത് മെമ്പർമാരായ അജ്മൽ ഷെരീഫ്, വൈശാഖ് വേണുഗോപാൽ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിൽ കരിപ്പായിൽ, ഉണ്ണികൃഷ്ണൻ വാഴപ്പള്ളി, സജിത്രയൻ തയിൽ, ഡേവിസ് വാഴപ്പള്ളി, ഷിബു നെടിയിരിപ്പിൽ, ഇസ്മയിൽ അറയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. കാർത്തികേയൻ നെടിയിരിപ്പിൽ, CK പ്രസാദ്, ഭുവനേശ്വരി, ബാബു പട്ടാലി തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ഇതിനെക്കുറിച്ച് പറയാനോ ഒരു നേതാവിന്റെ നാവ് പോലും കൊല്ലുന്നില്ല എന്ന കാര്യമാണ് നമ്മൾ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത്. കാരണം കേരളത്തിലൊരു ഭരണമുണ്ടോ, കേരളത്തിൽ ഏതെങ്കിലും ഒരു വകുപ്പ് ചലിക്കുന്നുണ്ടോ എന്ന് ജനങ്ങൾ വളരെ കാലമായി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പഞ്ചായത്ത് തലം തൊട്ട് ജില്ലാ കളക്ടറേറ്റ് തൊട്ട് സംസ്ഥാന നിയമസഭ വരെ ഒരു പേപ്പർ പോലും അനങ്ങുന്നില്ല എന്നതാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്ന അവസ്ഥ. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ പന്തം കൊളുത്തി പ്രകടനവും ധർണയും നടത്തി. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. CMRLന്റെ തട്ടിപ്പും വെട്ടിപ്പും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് 197 കോടി 70 ലക്ഷം രൂപയുടെ മാത്രമാണ്. ഇനിയും ഒട്ടേറെ പുറത്തു വരാനുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പിണറായി വിജയന് അക്കൗണ്ട് വഴിയല്ലാതെ കൊടുത്ത കോടികൾ എത്രയാണെന്ന് ഇനിയും കേരളം അറിയാൻ പോകുന്നേ ഉള്ളൂ. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, VD സന്ദീപ്, TV ഷൈൻ, PC മണികണ്ഠൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രഹന ബിനീഷ്,
മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PC ജയപാലൻ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് മെമ്പർ KR ദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. മാസപ്പടി കേസിൽ SFIO വീണ വിജയനെ പ്രതിചേർത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തം. തളിക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തളിക്കുളം സെന്ററിൽ മുഖ്യമന്ത്രിയുടെ കോലവും കത്തിച്ചു. പ്രതിഷേധ പരിപാടി നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PS സുൽഫിക്കർ അധ്യക്ഷത വഹിച്ചു. ഗഫൂർ തളിക്കുളം, രമേശ് ഐരിക്കാട്ട്, ഗീത വിനോദൻ, മുനീർ ഇടശ്ശേരി, സന്ധ്യ ഷാജി, സുമന ജോഷി, ഷൈജ കിഷോർ, മുഹമ്മദ് ഷഹബു, നീതു പ്രേംലാൽ എന്നിവർ സംസാരിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളെ സർക്കാർ അവഗണിക്കുന്നെന്നാരോപിച്ച് UDF പെരിഞ്ഞനം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തി. തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചു. സംസ്ഥാന സർക്കാർ വികസന വിരുദ്ധ മുൻഭരണമെന്ന് ആരോപിച്ചുമായിരുന്നു സമരം. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് സമരം ഉദ്ഘാടനം ചെയ്തു. രീതിയിലുള്ള ഒരു വർത്തമാനമൊക്കെ പറഞ്ഞ് 79,000 പുതിയ സംരംഭങ്ങൾ കേരളത്തിൽ വന്നിരിക്കുന്നു. നിങ്ങൾ പോയി അയ്യന്തോളുള്ള ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിങ്ങൾ ഒരു വിവരാവകാശ രേഖ കൊടുക്കണം. ഇവിടെ തുടങ്ങിയ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം തുടങ്ങിയ പുതിയ പദ്ധതികൾ ഏതൊക്കെയാണ് എന്നുള്ള അപേക്ഷ നിങ്ങൾ കൊടുക്കണം. തൃശ്ശൂർ നിങ്ങൾ അപേക്ഷ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുക ഒരു 200 എണ്ണം അല്ലെങ്കിൽ 100 എണ്ണത്തിന്റെ പേരായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ജില്ലാ ആസ്ഥാനങ്ങളിൽ പോയിട്ട് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഉത്തരം 200 100 ആയിരിക്കും. UDF മണ്ഡലം ചെയർമാൻ സുധാകരൻ മണപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കൺവീനർ KM നിഷാദ്, DCC ജനറൽ സെക്രട്ടറി CC ബാബുരാജ്, KSSPA സംസ്ഥാന സെക്രട്ടറി TM കുഞ്ഞു മൊയ്തീൻ, വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറി സുമതി ബാബുക്കുട്ടൻ, KV ചന്ദ്രൻ, പഞ്ചായത്ത് മെമ്പർ CP ഉല്ലാസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ VS ജിനേഷ്, സുവർണൻ കൊല്ലാറ, ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കളായ KK കുട്ടൻ, നസീർ പുഴങ്കരയിലത്ത്, CP അനിൽ, P വിജയകുമാർ, CK മജീദ്, ഷംസുദ്ദീൻ ഓലക്കോട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. തൃപ്രയാർ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസിൽ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആഭരണങ്ങൾ ഇപ്പോൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. ഈ ആഘോഷവേളയിൽ 1 പവൻ സ്വർണം വാങ്ങുമ്പോൾ പട്ടുസാരി സമ്മാനമായി നേടാം. കൂടാതെ എല്ലാ പർച്ചേസിനും ഉറപ്പായി സമ്മാനങ്ങൾ. ഡയമണ്ടിനും 18 കാരറ്റിന്റെ ട്രെൻഡി കളക്ഷൻസിനും പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. 5 പവൻ മുതൽ തുടങ്ങുന്ന കല്യാണ സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, തൃപ്രയാർ ജംഗ്ഷൻ. ഈ ഫെസ്റ്റിവൽ സീസണിൽ 2 കാര്യം. ഒന്ന്, എമ്പുരാൻ കാണണം. കൂടാതെ വാടാനപ്പള്ളി സുധാ സിൽക്സിൽ നിന്നും വിലക്കുറവിൽ വാങ്ങണം. അറിഞ്ഞില്ലേ? വാടാനപ്പള്ളി സുധാസിൽ റംസാൻ, വിഷു, ഈസ്റ്റർ പ്രമാണിച്ച് അടിപൊളി ഫെസ്റ്റിവൽ മെഗാ സെയിൽ. മാനുഫാക്ചേഴ്സിൽ നിന്നും നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് യഥാർത്ഥ വിലക്കുറവ് അനുഭവിച്ചറിയാം. വിചിത്ര സിൽക്ക് സ്റ്റോൺ വർക്ക് സാരി 199 രൂപ മുതൽ. സെറ്റ് സാരി സെറ്റുമുണ്ട് 299 രൂപ മുതൽ. ലേഡീസ് കുർത്തികൾ 199 രൂപ മുതൽ 2000 രൂപ വരെ. കോട്ടൺ ചുരിദാറുകൾ 599 രൂപ മുതൽ. പാർട്ടി വെയർ ചുരിദാറുകൾ 899 രൂപ മുതൽ 3000 രൂപ വരെ. 399 രൂപ മുതൽ 3000 രൂപ വരെയുള്ള ചുരിദാർ മെറ്റീരിയലുകൾ. കോട്ടൺ നൈറ്റുകൾ 149 രൂപ മുതൽ. ഗേൾസ് ഫ്രോക്കുകൾ 299 രൂപ മുതൽ. ടീനേജേഴ്സിനായി 20 ക്രോപ്പ് ടോപ്പുകളും ബാഗി പാന്റുകളും. മെൻസ് 20 ടീഷർട്ടുകളുടെയും ബ്രാൻഡഡ് ഷർട്ടുകളുടെയും ജീൻസുകളുടെയും അതിവിപുലമായ സെക്ഷൻ. അനുഭവിച്ചറിയും യഥാർത്ഥ വിലക്കുറവും ഗുണമേന്മയും. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. സുധാ സിൽക്സ്, വാടാനപ്പള്ളി. അറിഞ്ഞില്ലേ? ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം. ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ. പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു. വേദനയില്ലാതെ കാതുകുത്തുന്നു. 26ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26333614.
Malappuram Geeta Ravi Public School. The joy of learning. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. BJP കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗണേശൻ ബലിദാന ദിനാചരണത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം നടത്തി. 3 പീടിക അറവുശാല ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന അനുസ്മരണ സമ്മേളനം ഉല്ലാസ് ബാബു ഉദ്ഘാടനം ചെയ്തു. അതൊന്നും ഇച്ഛിച്ചിട്ടല്ല. ഒരു കാലഘട്ടത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ആശയം, ഞാൻ അംഗീകരിക്കുന്ന ആദർശം, ഈ മണ്ണ്, ഈ നാട് അത് അംഗീകരിക്കുന്ന കാലഘട്ടം വരും. അന്ന് ഞാൻ ജീവനോടെ ഇല്ലെങ്കിലും എന്റെ തലമുറ ഉണ്ടാകുമെന്നുള്ള ഉറപ്പോടുകൂടി അവർ വിതച്ച വിത്താണ് നരേന്ദ്രമോദിയിലൂടെ ഭാരതത്തിൽ കൊയ്തത്. അതിലൂടെയാണ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഗുജറാത്തിലും ആസാമിലും ബീഹാറിലും ഒക്കെ ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ NDA എന്ന സിസ്റ്റത്തിലൂടെ മഹാരാഷ്ട്രയിലടക്കം നമ്മൾ അന്ന് അധികാരത്തിലിരിക്കുന്നു. നേതാക്കളായ KP ഉണ്ണികൃഷ്ണൻ, PS അനിൽകുമാർ, BJP കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് കാർത്തിക സജയ് ബാബു, സെൽവൻ മണക്കാട്ടുപടി, ജനറൽ സെക്രട്ടറിമാരായ KG ദിലീപ്, KB അജയ് ഘോഷ്, കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജിതേഷ്, കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുജിത് കോപത്ത്, വാർഡ് മെമ്പർ സിബിൻ അമ്പാടി തുടങ്ങിയവർ പങ്കെടുത്തു. മാസപ്പടി അഴിമതി കേസ് വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP നാട്ടിക മണ്ഡലം സമിതി പ്രതിഷേധിച്ചു. വലപ്പാട് ചന്തപ്പടിയിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. BJP നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറിയും വലപ്പാട് പഞ്ചായത്ത് 17ാം വാർഡ് മെമ്പറുമായ ഷൈൻ നെടിയിരിപ്പിൽ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് സർക്കാർ, ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാം. മുഖ്യമന്ത്രി മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ, അതിപ്പോ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല വിജയനാണെങ്കിലും ശരി, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനാണെങ്കിലും ശരി, മകൻ വിവേക് വിജയനാണെങ്കിലും ശരി, അങ്ങനെ തൻ്റെ കുടുംബത്തിലുള്ള ഓരോ കുടുംബാംഗങ്ങളും വിവിധങ്ങളായിട്ടുള്ള അഴിമതി കേസുകളിൽ ആരോപണ വിധേയരായിട്ടുള്ള ഒരു ചരിത്രം, ഇത്രയ്ക്ക് നാറിയ ഒരു ചരിത്രം പേറാൻ വിധിക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും നഗ്നമായിട്ടുള്ള യാഥാർത്ഥ്യം. BJP നാട്ടിക മണ്ഡലം സെക്രട്ടറിയും വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മെമ്പറുമായ രശ്മി ഷിജോ അധ്യക്ഷത വഹിച്ചു. BJP നാട്ടിക മണ്ഡലം ഭാരവാഹികളായ ഗോകുൽ കരിപ്പള്ളി, NS ഉണ്ണിമോൻ, NS സുഗതൻ, ജോഷി ബ്ലാങ്ങാട്ട്, ധനീഷ് മഠത്തിപ്പറമ്പിൽ, ഗിരീഷ് വെന്നിക്കൽ, സെന്തിൽ കുമാർ, മണികണ്ഠൻ, ശോഭന ഷൺമുഖൻ, പ്രിയങ്ക, വിജയലക്ഷ്മി, മണിവർണ്ണൻ, കാർത്തികേയൻ, രാജു വടക്കെട്ടി, താരാസിംഗ്, പവിത്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മണപ്പുറം ഫൗണ്ടേഷൻ വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ 16ാം വാർഡിലെ കിണർ ശുചീകരിച്ച് വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചു.
വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് വാട്ടർ കിയോസ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കരയാമുട്ടം UP സ്കൂളിന് സമീപത്തെ കിണറാണ് ശുചീകരിച്ച് സമീപത്തായി മണിക്കൂറിൽ 500 ലിറ്റർ വെള്ളം നൽകുന്ന വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചത്. മണപ്പുറം ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി VP നന്ദകുമാർ മണപ്പുറം ഫിനാൻസിന്റെ കഴിഞ്ഞ വർഷത്തെ സാമൂഹിക പ്രതിബദ്ധത ഫണ്ട് ഉപയോഗിച്ചാണ് പ്രവർത്തനാനുമതി നൽകിയത്. മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് ഡി ദാസ് അധ്യക്ഷനായി. ചടങ്ങിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മല്ലിക ദേവൻ, മുൻ വാർഡ് മെമ്പർ കണ്ണൻ PB, കരയാമുട്ടം UP സ്കൂൾ HM സിന്ധു, മാനേജർ ദിലീഷ് തയ്യിൽ, പൗരസമിതി കമ്മിറ്റി അംഗങ്ങളായ ഷാജി പതാരത്ത്, നൌഫ് പാറക്കൽ, മുരളീധരൻ കുണ്ടിയാറ, വിനോദൻ തൊഴുത്തുംപറമ്പിൽ, ഉദയൻ NS, ഷിബു അഭിലാഷ്, കബീർ KH, സതീഷ് DA, PM അബ്ദുൽ ഗഫൂർ, ശശി ചാവുപുരയ്ക്കൽ എന്നിവർ പങ്കെടുത്തു. പ്രത്യേകിച്ചും പറയാനുള്ളൊരു കാര്യം നമ്മുടെ ഫൗണ്ടേഷൻ്റെ CEO പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മളെവിടെ വാട്ടർ കിയോസ്ക് വെച്ചാലും ഒരാഴ്ച അത് കഴിഞ്ഞാൽ അതിൻ്റെ രൂപവും ഭാവമൊക്കെ മാറ്റാറുണ്ട്. പൈപ്പ് ഒടിച്ചു മാറ്റി കൊണ്ടുപോവുക, ഗ്ലാസ് ഉണ്ടെങ്കിൽ ആ ഗ്ലാസ് എടുത്തുകൊണ്ട് പോവുക, പൈപ്പ് തന്നെ എടുത്തുകൊണ്ട് പോവുക. ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് വരെ നമ്മളുടെ പൈപ്പ് എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ ഒരു വൈരാഗ്യം പോലെ എന്തുകൊണ്ടാണ് പെരുമാറുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ അതിൻ്റെ പരിസരങ്ങളൊക്കെ വൃത്തിയിലല്ലാതെ സൂക്ഷിക്കുക, ഭക്ഷണം പദാർത്ഥങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇടാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ടാണ് വർക്ക് ചെയ്യുക. വെള്ളം തീരുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നിറയും അതിലത്തെ ടാങ്കിൻ്റെ ഉള്ളിൽ. അപ്പോൾ വെള്ളം അമൂല്യമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളത് ഒട്ടിച്ചതൊന്നും അമൂല്യമായിട്ട് ആരും കണക്കാക്കാറില്ല. അമിതമായിട്ട് ഉപയോഗം ചെയ്യാറുണ്ട്. നമ്മൾ ഈ വെള്ളം കുടിവെള്ളമായിട്ടാണ് ഉപയോഗിക്കുന്നത്. മണപ്പുറത്തെ കലാ സാംസ്കാരിക കൂട്ടായ്മയായ മണപ്പുറം സമീക്ഷയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 7, 8 തീയതികളിൽ കലോത്സവം സംഘടിപ്പിക്കും. മയക്കുമരുന്നിന്റെ വ്യാപനത്തിനെതിരെ ക്യാമ്പയിൻ പ്രവർത്തനവും കലോത്സവത്തിന്റെ ഭാഗമായുണ്ടാകും. നാട്ടികയിലെ ചിത്രകാരന്മാർ അണിനിരക്കുന്ന മയക്കുമരുന്നിനെതിരായ ചിത്ര പ്രദർശനവും ക്യാൻവാസ് ചിത്രരചനയും ഇതോടനുബന്ധിച്ചിട്ടുണ്ട്. P. ഭാസ്കരന്റെ ജന്മശതാബ്ദിയുമായി ബന്ധപ്പെട്ട് മണപ്പുറം സമീക്ഷ സംഘടിപ്പിച്ച P. ഭാസ്കരൻ സ്മൃതി ഗാനാലാപന മത്സര വിജയികൾക്ക് ചടങ്ങിൽ വച്ച് ക്യാഷ് അവാർഡും മെമന്റോയും സമർപ്പിക്കും. സംസ്ഥാന തലത്തിൽ ശ്രദ്ധേയരായ കുട്ടികൾ കലാപരിപാടികൾ അവതരിപ്പിക്കും. കലോത്സവം നാട്ടിക SN കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS ജയ ഉദ്ഘാടനം ചെയ്യും. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ MR ദിനേശൻ അധ്യക്ഷനാകും. ദുബായ് ട്രാൻസ് ബൾക്ക് ഇന്റർനാഷണൽ ഷിപ്പിംഗ് കമ്പനി CEO OV ഷാബു സമ്മാനദാനം നിർവഹിക്കും. കലാപരിപാടികൾക്ക് ജയചന്ദ്രനും മയക്കുമരുന്നിനെതിരായ ചിത്രപ്രദർശനത്തിന് രവീന്ദ്രൻ വലപ്പാടും നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. MR ദിനേശൻ, CG അജിത് കുമാർ, TS സുനിൽകുമാർ, VR പ്രഭ, PN സുജിന്ദ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. 18 വയസ്സിൽ താഴെയുള്ള വിഭാഗവും 18 വയസ്സിൽ മുകളിലുള്ള വിഭാഗവുമാണ് ആ രണ്ട് വിഭാഗങ്ങളിലായിട്ടാണ് ആ മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ടായത്. ഏകദേശം 100-ലധികം അംഗങ്ങൾ അതിൽ ഗായകർ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള സമ്മാനദാനവും ഈ ചടങ്ങിൽ വെച്ച് നടക്കുന്നുണ്ട്. അതിൽ 18 വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയിട്ടുള്ളത് കോട്ടയം സ്വദേശിനിയായിട്ടുള്ള അപൂർവ മുരളീധരനാണ്. എടത്തിരുത്തി നവകിരൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് ഏപ്രിൽ 8 മുതൽ 12 വരെ സംഘടിപ്പിക്കും. നവകിരൺ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ രാത്രി 8 മണി മുതലാണ് മത്സരങ്ങൾ. ദിവസവും ഒരു മത്സരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വിജയികൾക്ക് എലുവത്തിങ്കൽ വിൽസൺ മെമ്മോറിയൽ റോളിംഗ് ട്രോഫിയും കോഴിപ്പറമ്പിൽ ഗോപാലൻ മെമ്മോറിയൽ റണ്ണേഴ്സ് റോളിംഗ് ട്രോഫിയും മുനപ്പിൽ ശങ്കരനാരായണൻ മെമ്മോറിയൽ വിന്നേഴ്സ് സ്ഥിരം ട്രോഫിയും കുറ്റിപ്പറമ്പിൽ അപ്പുക്കുട്ടൻ വനജ അപ്പുക്കുട്ടൻ മെമ്മോറിയൽ റണ്ണേഴ്സ് സ്ഥിരം ട്രോഫിയും സമ്മാനിക്കും. 22ാം തവണയാണ് അഖിലേന്ത്യാ വോളിബോൾ മത്സരം അരങ്ങേറുന്നത്. അഖിലേന്ത്യാ മത്സരത്തിൽ കേരള പോലീസ്, ഇന്ത്യൻ എയർഫോഴ്സ് ഡൽഹി, ഇന്ത്യൻ ആർമി ഡൽഹി, CISF റാഞ്ചി, കൊച്ചിൻ കസ്റ്റംസ്, ഇൻകം ടാക്സ് ചെന്നൈ എന്നിവർ മാറ്റുരയ്ക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് പ്രശോഭിതൻ മുനപ്പിൽ, ട്രഷറർ അശോകൻ പബൂരി, വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ, KCB മുൻ വോളിബോൾ താരം അൻവർ ഹുസൈൻ, സംഘാടക സമിതി അംഗം സാൽ ഭാസ്കർ, മുൻ യൂണിവേഴ്സിറ്റി താരം ഷിഹാസ് കാവുങ്ങൽ എന്നിവർ പങ്കെടുത്തു. കണ്ടച്ചങ്കടവ് യൂണിസെറ്റ് കമ്മ്യൂണിക്കേഷൻസിൽ നറുക്കെടുപ്പും സമ്മാന വിതരണവും നടത്തി. യൂണിസെറ്റ് ഓഫീസ് ഹാളിൽ നടന്ന ചടങ്ങിൽ മാനേജിംഗ് പാർട്ണർ സിജോ കുണ്ടുകുളം അധ്യക്ഷത വഹിച്ചു. മാർച്ച് മാസത്തിലെ 2 പേർക്കുള്ള നറുക്കെടുപ്പാണ് ഇവിടെ നറുക്കെടുക്കാനുള്ളത്. ഏറ്റവും സന്തോഷകരമായ ദിവസമാണെന്ന് കാരണം 26 പേർക്ക് നമുക്കിവിടെ പ്രോത്സാഹന സമ്മാനം തൃശ്ശൂരിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്.
പ്രധാന നറുക്കെടുപ്പ് വരുന്നത് ഈ ഏപ്രിൽ 16-ാം തീയതിയാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഒരു ബമ്പർ നറുക്കെടുപ്പ് വരുന്നത്. അതിന് വിൻസർ കാറാണ് പ്രധാന സമ്മാനമായി കൊടുക്കുന്നത്. പറയാനുള്ളത് ഏറ്റവും വലിയ ശക്തിയാണ് യൂണിസാറ്റിന്റെ ഇപ്പോൾ യൂണിസാറ്റ് എന്ന് പറയുന്ന ഒരു കേരളത്തിലെ ഒരു 2ാം സ്ഥാനം കിട്ടിയ ഒരു യൂണിറ്റാണ്, ഒരു ക്ലസ്റ്റർ യൂണിറ്റാണ് കേരളത്തിലെ. കേരള വിഷൻ യൂണിറ്റുകളിലെ കഴിഞ്ഞ ഫെബ്രുവരി 1 അതിനൊരു സമ്മാന വിതരണം ഉണ്ടായിരുന്നത്. നമുക്ക് 2ാം സ്ഥാനം, 2ാമത്തെ മികച്ച യൂണിറ്റായിട്ട് യൂണിസാറ്റ് നമ്മൾ കേരള വിഷൻ നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുകയായിരുന്നു. അതിന്റെ സമ്മാനവും മൊമെന്റോസും ഒക്കെ അവിടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഉപഭോക്താക്കൾ തന്നെയാണ്. ഞങ്ങളും പരമാവധി ഉപഭോക്താക്കളെ സംതൃപ്തരാക്കാനാണ് ശ്രമിക്കുന്നത്. ചില പാളിച്ചകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് ദയവ് ചെയ്ത് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കണം. കേരള വിഷൻ സമ്മാനോത്സവം 2025 വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കാഞ്ഞാണി മണ്ടംപാല വിൻസെന്റ്, ആലാപ്പള്ളിയിൽ രവീന്ദ്രനാഥൻ എന്നിവരെ നറുക്കെടുപ്പിൽ തിരഞ്ഞെടുത്തു. പാർട്ണർമാർ, ഓഫീസ് സ്റ്റാഫുകൾ, കളക്ഷൻ സ്റ്റാഫുകൾ, ടെക്നീഷ്യന്മാർ എന്നിവർ പങ്കെടുത്തു. ചന്ദ്രാപുനി ഹയർ സെക്കൻഡറി സ്കൂളിലെ 3ാമത് SPC ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ ET ടൈസൺ MLA മുഖ്യാതിഥിയായി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശൻ, PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ, കൈപ്പമംഗലം SI T അഭിലാഷ്, MPTA പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി ലിഷിൻ, പ്രിൻസിപ്പൽ PK ശ്രീജിഷ്, പ്രധാനാധ്യാപകൻ KS കിരൺ, അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ, അധ്യാപക, അനധ്യാപകർ, രക്ഷിതാക്കൾ, മുൻ കേഡറ്റുകൾ എന്നിവർ പങ്കെടുത്തു. ശിവാനി ഹനീഷ് കുമാർ പരേഡ് കമാൻഡറും അമൃതലക്ഷ്മി സെക്കൻഡ് ഇൻ കമാൻഡറും, ആൺകുട്ടികളുടെ പ്ലാറ്റൂൺ ലീഡർ ദേവസൂര്യ സന്ദീപും പെൺകുട്ടികളുടെ പ്ലാറ്റൂൺ ലീഡർ ഷംന CS-ഉമായിരുന്നു. പാസിംഗ് ഔട്ട് പരേഡിന് ശേഷം SPC ഡ്രിൽ ഇൻസ്ട്രക്ടറും കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ സിവിൽ പോലീസ് ഓഫീസറുമായ KR ഗിരീഷിനെയും SPC CPOമാരായ അധ്യാപകർ ബിജു മോഹൻ ബാബുവിനെയും VS നീതുവിനെയും ET ടൈസൺ MLA ആദരിച്ചു. നല്ല സമൂഹ സൃഷ്ടിക്കായിട്ടുള്ള ഏറ്റവും ഗൗരവപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ്. നമ്മുടെ നാടും നമ്മുടെ പ്രദേശവും എല്ലാം കുട്ടികളെ വേറെ ഏതെങ്കിലും തരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള നിരവധിയായ പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ സമർത്ഥരായിട്ടുള്ള മോഡലായിട്ടുള്ള വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരുടെയും വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ്. എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ ഇന്ന് SPC ആയി പുതിയ രീതിയിൽ വരുന്ന നമ്മുടെ കുട്ടികളെല്ലാം നാളെ ഈ സമൂഹത്തിന്റെ വിവിധ ധാരകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളായി അവർ മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നല്ല പരിശീലനമാണ്. ഞാൻ പലപ്പോഴും പല സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ ഇത്തരം പാസിംഗ് ഔട്ട് പരേഡ് കണ്ടതിൽ. വാടാനപ്പള്ളി നടുവിൽക്കര പള്ളിക്കുന്നത്ത് തോമസിന്റെ മകൻ ഷൈൻ നിര്യാതനായി. 42 വയസ്സായിരുന്നു. അമ്മ മേരി തോമസ്, ഷൈനി, ഷെബി, ബിജോയ് എന്നിവർ സഹോദരങ്ങളാണ്. പരേദിന്റെ നേത്രപടലങ്ങൾ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ നേത്ര ബാങ്കിലേക്ക് ദാനം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാമനാമത്തിൽ അലിഞ്ഞ് തേവരുടെ തട്ടകം. ഗ്രാമപ്രദക്ഷിണത്തിന്റെ ഭാഗമായുള്ള ബ്ലാഹയിൽ കുളത്തിലെ ആറാട്ട് നടന്നു. നാട്ടിക രാമൻകുളം ആറാട്ട് ഞായറാഴ്ച വൈകിട്ട്. മാസപ്പടി കേസിൽ വീണ വിജയനെതിരെ പ്രതിചേർത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് വിവിധയിടങ്ങളിൽ പ്രതിഷേധം. മയക്കുമരുന്നിന്റെ വ്യാപനത്തിനെതിരെ ബോധവൽക്കരണ ക്ലാസുമായി മണപ്പുറം സമീക്ഷ കലോത്സവം ഒരുക്കുന്നു.
ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.